Good morning, all. Good morning, Miss. Morning, Miss. Good morning, ma'am. Good morning, Miss. 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 Good afternoon, miss. Good afternoon, Miss. Good afternoon. 12 മണിയോ 12 മണിയായി. Okay. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Okay. Good afternoon. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതൊക്കെയാ പഠിച്ചേ? പറയൂ. നൗൺസ് അല്ലേ? നൗൺസിൽ നമ്മള് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ, കണക്റ്റീവ് നൗൺ അതായത് നാല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? Yes, ma'am. Yes. Ma'am, sound കുറവാണ്. സൗണ്ട് കുറവാണ്. ഫോണിലൊന്ന് വോളിയം കൂട്ടി നോക്കിയേ. ആർക്കെങ്കിലും കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? സൗണ്ട് കുറവാണോ? എല്ലാവർക്കും സൗണ്ട് കുറവാണോ? കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട് മാം. ഓക്കെ. കേൾക്കുന്നുണ്ട്. ഓക്കെ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? Okay, let's begin our today's class. Okay. Today we are going to talk about count and prayer. Class start ചെയ്യുമ്പോൾ എല്ലാവരും മ്യൂട്ട് ചെയ്യാം. Okay. So please mute yourself. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ മാത്രം അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. Okay. Clear? Prayer. Prayer. Okay. Continue. പ്രയർ എന്താ ആരെങ്കിലും ചൊല്ലുന്നതാണോ? എനിവൺ ഒന്ന് പറയാമോ? ക്ലാസ് തുടങ്ങുമ്പോ ഒരാൾ പ്രയർ ചൊല്ലലുണ്ട്. എന്തോ? ക്ലാസ് തുടങ്ങണതിന്റെ മുന്നേ ഓരോ ദിവസം ഓരോരുത്തരായിട്ട് പ്രയർ ചൊല്ലാറുണ്ട്. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ചൊല്ലിക്കോളൂ. മിസ് ഞാൻ ചൊല്ലട്ടെ? പിന്നെ ചൊല്ലിക്കോ. Walking with the Lord, we are walking in the morning. Lift up your heads, for you are walking with God. Singing to the Lord, we are singing in the sunshine. Lift up your hearts, for you are singing to the Lord. Hand in hand with everyone, we are walking. Black and white and brown together, walking, singing new song now, living new lives, building new bridges, walking distance mile. We will walking with the Lord. We are walking in the morning. Lift up your hearts. Thank you, Miss. Yeah. Okay. നമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ അപ്പോ പ്രയർ ഒന്നും ചൊല്ലില്ലായിരുന്നല്ലോ. ഓർക്കുന്നുണ്ടോ? ഇംഗ്ലീഷ് ക്ലാസ്സിലെ അന്ന് ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ പറഞ്ഞിരുന്നില്ല. ഞാൻ പിന്നെ വിചാരിച്ചു എന്താ മിസ് പ്രയർ ചൊല്ലാൻ പറയാത്തെന്ന്. എനിക്കറിയില്ലായിരുന്നു കേട്ടോ. കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ പ്രയർ ഒന്നും ചൊല്ലിയില്ല. മിസ് ശ്രദ്ധിച്ചില്ല തോന്നുന്നുണ്ട്. അല്ല അന്ന് ആരും അങ്ങനെ പറഞ്ഞില്ല, ചൊല്ലിയുമില്ല നമ്മള് അല്ലേ? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിലാണ് മിസ് പറഞ്ഞത്. സ്റ്റാർട്ടിങ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞു നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രയർ വേണമെന്നുള്ളത്. ഓക്കെ താങ്ക് യു മാം. ഓക്കെ, ഇനിയിപ്പോ എല്ലാ ക്ലാസ്സിൽ നമുക്ക് പ്രേ ചൊല്ലിയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ് എടുത്തെല്ലാം മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ?
എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൗട്ട് ഒന്നും ഇല്ലാലോ? ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ് മാം, ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ജെറീന എന്താ മനസ്സിലായില്ലെന്നാ പറഞ്ഞേ? Okay, clear. So, moving on to the next topic, count and uncountable nouns. എല്ലാവരും മ്യൂട്ട് ചെയ്യണേ. അഭിലാഷ്, Abhi, please mute yourself. Yeah, okay. അപ്പോ കൗണ്ട് സ്പീഡ് കുറക്കാം. ഓക്കെ, സ്പീഡ് കുറക്കാലോ. ഓക്കെ, എന്താ കൗണ്ടബിൾ നൗൺ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോപ്പർ നൗൺ ഒക്കെ എന്തൊക്കെയാ? പ്രോപ്പർ നൗൺ ഉണ്ട്, കോമൺ നൗൺ ഉണ്ട്, ആബ്സ്ട്രാക്ട് നൗൺ ഉണ്ട്, കളക്റ്റീവ് നൗൺ ഉണ്ട്. ഇതെല്ലാം നമ്മൾ നോക്കിയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. ഓക്കെ, അതുപോലെ തന്നെ ഉള്ളതാണ് എന്ത് കൗണ്ടബിൾ നൗൺ അല്ലെങ്കിൽ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയാം. എന്താണ് അത്? പറയുന്ന പോലെ തന്നെ കൗണ്ടബിൾ മീൻസ് എന്താ? നമുക്ക് എണ്ണാൻ പറ്റുന്നത്, അല്ലെ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താ കൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്, അല്ലെ? സോ അൺകൗണ്ടബിൾ നൗൺസ് ഓപ്പോസിറ്റ് എന്താ? നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാത്തതാണ് എന്താ അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? നമ്മൾ കാണുന്ന എന്തും നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? കൗണ്ടബിൾ നൗൺസ് ആണ്. ഇവിടെ എക്സാമ്പിൾസ് ഒന്ന് നോക്കൂ. ബുക്ക്, ചെയർ, ഡെസ്ക്, ഗേൾ, പെൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. കാരണം നമുക്ക് എന്താണ്? അത് എണ്ണാൻ പറ്റും. സോ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എണ്ണാലേ എത്ര ബുക്സ് ഉണ്ട്, സോ എത്ര ചെയർ ഉണ്ട് എന്നൊക്കെ നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്. സോ ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് countable nouns. Okay, the other one uncountable noun. Uncountable nouns example ഏതൊക്കെയാണ്? വാട്ടർ, ഓയിൽ, ഷുഗർ, പെട്രോൾ, richness. ഇതൊന്നും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. So these are the examples of uncountable nouns. Okay, so countable nouns can be plural forms, but uncountable nouns don't take plural forms. അതെന്താണ്? നമുക്ക് കൗണ്ടബിൾ നൗൺസിന് എപ്പോഴും പ്ലൂറൽ ഫോംസ് ഉണ്ടാവും. മീൻസ് ബുക്ക് എന്ന് പറയുന്നത് കൗണ്ടബിൾ നൗൺ ആണ്, അല്ലേ? സോ അതിന്റെ പ്ലൂറൽ ഫോം ഏതാണ്? ബുക്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ബുക്കിന്റെ പ്ലൂറൽ ഫോം ആണ് ബുക്സ് എന്ന് പറയുന്നത്. ക്യാറ്റോ, ക്യാറ്റ് നമുക്ക് കൗണ്ടബിൾ നൗൺ ആണ്, അല്ലെ? എണ്ണാൻ പറ്റും. സോ അതിന്റെ പ്ലൂറൽ ഫോം ആണ് കാറ്റ്സ് എന്ന് പറയുന്നത്. സോ ട്രീ എന്ന് പറയുമ്പോൾ അതിന്റെ പ്ലൂറൽ ആണ് എന്ത്? ട്രീസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ കൗണ്ടബിൾ നൗൺസ്. സോ കൗണ്ടബിൾ നൗൺസിന് മാത്രമേ എന്ത് പ്ലൂറൽ ഫോംസ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അൺകൗണ്ടബിൾ നൗൺ നോക്കൂ. ഷുഗർ, ഷുഗറിന്റെ പ്ലൂറൽ ഏതാണ്? ഏതായിരിക്കും? ഷുഗറിന്റെ പ്ലൂറൽ ഏതായിരിക്കും? ഷുഗർ തന്നെയാണ്. സോ അതിന് പ്ലൂറൽസ് ഒന്നുമില്ല. അൺകൗണ്ടബിൾ നൗൺസിന് പ്ലൂറൽസ് ഫോം ഇല്ല. ഓക്കെ, ഇത്രയും പറയുന്നത് ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ഫോർമേഷൻ ഓഫ് പ്ലൂറൽ നൗൺസ് ആണ്. എന്നുവെച്ചാല് നമുക്ക് ഒരുപാട് പ്ലൂറൽ നൗൺസ് ഉണ്ട്, അല്ലെ? നമുക്ക് ഇപ്പൊ പറഞ്ഞ പോലെ ബുക്സ് ആണ്, ഗേൾസ് ആണ്, ബോയ്സ് ആണ്, അല്ലെ? അതൊക്കെ എന്താണ്? പ്ലൂറൽ ഫോംസ് ആണ്, അല്ലെ? ഇപ്പോ നോക്കൂ, എ പ്ലൂറൽ നൗൺ ഡിനോട്ട്സ് മോർ ദാൻ വൺ. അപ്പൊ അതിനെന്താ പറയാ? ബോയ്സ്. ഇപ്പൊ ആൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ഒന്ന് അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ? ബോയ്സ് എന്നാണ് പറയാ, അല്ലെ? സോ ഗേൾസ് ആൻഡ് ബുക്സ് ഇതൊക്കെ നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലൂറൽ ആണ്. അപ്പൊ പറയുമ്പോ ബോയ്സ്, ഗേൾസ്, ബുക്സ് എന്നാ പറയാ, അല്ലെ? അപ്പോ ഇവിടെ നോക്കൂ, സെന്റൻസ് നോക്കി. ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ്, അല്ലെ? ബുക്സ് ആർ ഗുഡ് ഫ്രണ്ട്സ് എന്ന് പറയാം. നെക്സ്റ്റ് നോക്കൂ, പ്ലൂറൽ നൗൺസ് ക്യാൻ ഓൾസോ ബി പ്രസിഡന്റ്
by the sum, any, these, my, our, your, his, her, its. Now, the children playing in the ground are my friends. ഇവിടെ എന്താണ്? The children playing in the ground are my friends. The children എന്ന് പറയുന്നത് എന്താണ്? Plural ആണ്. Plural. Yeah, plural ആണ്. അപ്പൊ ഇവിടെ ഇത്രയും കൊടുത്തിരിക്കുന്നതെല്ലാം പ്ലൂറൽ ഫോർമേഷൻ ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ എന്റേതായ ഒരു നോട്ട് ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കൂ, പ്ലൂറൽ, ഇതൊക്കെ പ്ലൂറൽസ് ആണ്. ഓക്കെ, ഇപ്പോ ഗേൾ എന്ന് പറയുമ്പോൾ അതിന് പ്ലൂറൽ ആക്കണമെങ്കിൽ എസ് ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ എന്താണ് ഗേൾസ് എന്ന് പറയാം. സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ എസ് ആഡ് ചെയ്തിട്ട് സ്റ്റുഡൻസ് എന്ന് പറയാം അല്ലെ? ഈ കാണുന്ന എല്ലാ വേർഡ്സും നമുക്ക് എസ് ആഡ് ചെയ്താല് എന്താ അതിന് പ്ലൂറൽ ഫോം കിട്ടും. അതും പറഞ്ഞ് എല്ലാ വേർഡ്സും നമുക്ക് എസ് ആഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതുപോലെ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ, നമുക്ക് എസ് ആഡ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് വേർഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇപ്പോ എസ്, ഇസഡ്, എക്സ്, സി എച്ച് ആൻഡ് എസ് എച്ച്, ഈ കാണുന്ന ലെറ്റേഴ്സ് വേർഡ്സിന്റെ എൻഡിങ് ലെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്താ അതിന് പ്ലൂറൽ ആക്കണമെങ്കിൽ എന്താ ചെയ്യാ? ഇ എസ് ആഡ് ചെയ്യണം അല്ലെ? ഇവിടെ നോക്കൂ, ബസ്സിന്റെ എൻഡിങ് ലെറ്റർ ഏതാണ്? എസ് ആണ്. സോ അതിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ എന്താ? ഇ എസ് ആഡ് ചെയ്യണം അല്ലെ? അപ്പോ ബസ്സിന്റെ പ്ലൂറൽ ഫോം ഏതാ? ബസ്സസ്. സോ ആഡിങ് ഇ എസ് അല്ലെ? അപ്പോ ശ്രദ്ധിക്കുക, എസ്, ഇസഡ്, എക്സ്, സി എച്ച് ആൻഡ് എസ് എച്ച് ഇതൊക്കെ എൻഡിങ് ലെറ്റർ ആയിട്ട് വന്നാല് അതിന് പ്ലൂറൽ ഫോം ആക്കണമെങ്കിൽ നമ്മൾ ഇ എസ് ആഡ് ചെയ്യണം. ഓക്കെ, നോക്കൂ, ബോക്സിനെ പ്ലൂറൽ ആക്കണമെങ്കിൽ ബോക്സേഴ്സ്. ചർച്ച് എൻഡിങ് ലെറ്റർ സി എച്ച് ആണ്. സോ ചർച്ചേഴ്സ്. നെക്സ്റ്റ് ഡിഷ് എൻഡിങ് ലെറ്റർ എസ് എച്ച് ആണ്. സോ ഡിഷസ്. Kiss ending letter Z ആണ്. So kisses. Okay, clear ആണോ എല്ലാവർക്കും? Yes, ma'am. Yes. Next one, ഇപ്പൊ ബേബിനെ നമ്മള് പ്ലൂറൽ ആക്കണമെങ്കിൽ നമ്മൾ എന്താ വെറും എസ് ആഡ് ചെയ്താൽ മതിയാവോ? പറ്റില്ല. ഇല്ല. എന്തുകൊണ്ടാ? ഈ വൈ, ബേബിയുടെ ലാസ്റ്റ് ലെറ്റർ വൈ ആണ് അല്ലെ? വൈക്ക് മുന്നേ വന്നിരിക്കുന്ന ബി ഏതാണ്? കോൺസണന്റ് സൗണ്ട് ആണ്. കോൺസണന്റ് സൗണ്ട്സ് മീൻസ് വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെ? അപ്പോ വൈക്ക് മുന്നില് എന്താ കോൺസണന്റ് സൗണ്ട് ആണ് കോൺസണന്റ് വേർഡ് ആണ് വന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിന്റെ പ്ലൂറൽ ആക്കണമെങ്കിൽ എന്താ? ഐ ഇ എസ് ആഡ് ചെയ്യണം. സോ ബേബി പ്ലൂറൽ ഫോം ബേബീസ് അല്ലെ? ഐ ഇ എസ്. പപ്പി, പപ്പീസ്. നോക്കൂ, വൈക്ക് മുന്നേ വന്നിരിക്കുന്നത് കോൺസണന്റ് സൗണ്ട് ആണ് അല്ലെ? പി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. സോ പ്ലൂറൽ ഫോം എന്താണ്? പപ്പീസ് ആണ്. അപ്പൊ ഈ വേർഡ്സ് എല്ലാം ക്ലിയർ ആണോ എല്ലാവർക്കും? പറഞ്ഞെല്ലാം മനസ്സിലായോ? ഇപ്പോ Yes, ma'am. എല്ലാവർക്കും മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? Yes, ma'am. No, ma'am. നോ. ഓക്കെ, No, ma'am. ഓക്കെ, എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ നെക്സ്റ്റ്, ഇപ്പൊ നമ്മള് പറഞ്ഞു ബോയ്, ടോയ്, കീ, കണ്ടോ? അതൊക്കെ എന്താണ്? വൈക്ക് മുന്നിൽ വന്നിരിക്കുന്ന ഏത് സൗണ്ട് ആണ്? വൊവൽ ആണ്. വൊവൽ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു ഇതൊക്കെ എന്താണ്? വൊവൽസ് ആണ് അല്ലെ? അപ്പൊ വൈക്ക് മുന്നേ വൊവൽസ് ആണ് വരുന്നതെങ്കിൽ നമ്മള് അത് പ്ലൂറൽ ആക്കണമെങ്കിൽ എന്താ ആഡ് ചെയ്യാം? എസ് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ ബോയ്, ബോയ്സ്, toy, toys, key, keys, monkey, monkeys, donkey, donkeys, day, days. ഇതൊക്കെ എന്താണ്? വൈക്ക് മുന്നില് വൊവൽസ് ആണ്. സോ യൂസിങ് എസ് അല്ലെ? പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ എന്താ? എസ് ആഡ് ചെയ്യണം. ക്ലിയർ? Next one. Yes, ma'am. Yeah, okay. Next one, ending with F or FE. നമുക്ക് എന്താ? എൻഡിങ് ലെറ്റർ എഫ് അല്ലെങ്കിൽ FE ആണ് വരുന്നതെങ്കിൽ
നമ്മൾ FE മാറ്റിയിട്ട് FE ആഡ് ചെയ്യുന്നത്. FE മാറ്റിയിട്ട് നമ്മൾ അതിന് പകരം VES ആഡ് ചെയ്യണം. അപ്പൊ എന്നാലേ അതിന് പ്ലൂറൽ ഫോം കിട്ടുള്ളൂ. നോക്കൂ, വൈഫ്, വൈഫിന്റെ പ്ലൂറൽ എന്താ? വൈഫ്സ് ആണ്. സ്പെല്ലിംഗ് നോക്കൂ, അവിടെ FE നമ്മൾ മാറ്റി. സോ ആഡിങ് VES. സോ വൈഫ് പ്ലൂറൽ വൈഫ്സ്, നൈഫ് പ്ലൂറൽ നൈഫ്സ്, ലീവ് പ്ലൂറൽ ലീവ്സ്. സോ F അല്ലെങ്കിൽ FE എൻഡിങ് ലെറ്റർ ആയിട്ട് വരികയാണെങ്കിൽ ആ FE മാറ്റിയിട്ട് അതിന് പകരം അവിടെ VES ആഡ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ വേർഡിന്റെ പ്ലൂറൽ ഫോം കിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ? Yes, ma'am. ഇപ്പോ എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒഴിവാക്കപ്പെട്ട വാക്കുകളാണത്. ഇപ്പൊ റൂഫ് നമ്മൾ നോക്കുമ്പോ എന്താണ്? F വന്നിട്ടുണ്ട് എൻഡിങ് ലെറ്റർ, പക്ഷെ എന്താണ് അവിടെ S ആണ് ആടിയിരിക്കുന്നത്, അല്ലെ? അതൊക്കെയെല്ലാം ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. അത് എന്നും ഒന്നും അങ്ങനെ തന്നെയാണ്. അതിന്റെ റീസൺസ് ഒന്നും നമുക്കറിയില്ല, കാരണം അത് എക്സെപ്ഷൻസ് ആണ്. എക്സെപ്ഷൻസ് മീൻസ് ഒഴിവാക്കപ്പെട്ട വാക്കുകൾ. ഒഴിവാക്കപ്പെട്ട എന്നാണ് എക്സെപ്ഷൻസ് മീനിങ്. സോ റൂഫ് റൂഫ്സ് തന്നെയാണ്, ബിലീവ് ബിലീഫ്സ് തന്നെയാണ്, ഷെഫ് ഷെഫ്സ് ആണ്, ക്ലിഫ് ക്ലിഫ് ആണ്, അല്ലെ? ഹാങ്കർ ചീഫ്സ് ആണ്, പ്രൂഫ് പ്രൂഫ്സ് ആണ്, സ്റ്റാഫ് സ്റ്റാഫ്സ് ആണ്. അതിലൊന്നും യാതൊരു മാറ്റവും ഉണ്ടാവില്ല. ഓക്കെ, ഇപ്പോ ഈ റൂഫ് എന്ന് പറയുന്നത് F ആണ് എൻഡിങ് ലെറ്റർ വന്നെന്ന് പറഞ്ഞിട്ട് നമ്മൾ VES ആഡ് ചെയ്താല് അതെന്താണ്? തെറ്റാണ്, അല്ലെ? സോ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. സോ ദീസ് വേർഡ്സ് ആർ എക്സെപ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോൺസണൻസ് ആൾ. ഈ എക്സെപ്ഷൻ മീൻസ് ഒഴിവാക്കപ്പെടാത്തവ എന്നാണോ? ഒഴിവാക്കപ്പെട്ട ഇപ്പൊ കാണാൻ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ F, നേരത്തെ നമ്മൾ നോക്കി F നോക്കൂ. F നമ്മൾ പറഞ്ഞു F മാറ്റിയിട്ട് എൻഡിങ് ലെറ്റർ F അല്ലെങ്കിൽ FE വന്നാല് ആ F മാറ്റിയിട്ട് PES ആഡ് ചെയ്താല് പ്ലൂറൽ ഫോം കിട്ടുള്ളൂ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, അല്ലെ? സോ അതിൽ പെടാത്ത കുറച്ച് വാക്കുകളാണ് ഈ കാണുന്നത്. എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അതിൽ പെടാത്ത കുറച്ച് വാക്കുകളാണ്. ഓക്കെ, ക്ലിയർ ആണ്? അതുകൊണ്ടാണ് അവിടെ എക്സെപ്ഷൻസ് എന്ന് കൊടുത്തിട്ട് ആ കുറച്ച് വാക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എക്സെപ്ഷൻസ് എന്താന്ന് മനസ്സിലായില്ല. എക്സെപ്ഷൻസ് എന്താന്ന് മനസ്സിലായില്ല? അതും ലാസ്റ്റ് FN അല്ലേ വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവിടെ S മാത്രം ചേർക്കണത്, മറ്റേത് VES ചേർക്കണില്ലേ F വരുന്നതിന്? അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ വേർഡ്സും ആ വേർഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒരുപാട് വേർഡ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്ന വേർഡ്സ് മാത്രമല്ല, ഒരുപാട് വേർഡ്സ് ഉണ്ട്, അല്ലെ? അപ്പോ അതിൽ കുറച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ച് റൂൾസ് ഉള്ളത്. ഇപ്പൊ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ റൂഫ് നമ്മൾ നോക്കി, അതൊരു എക്സെപ്ഷൻ ആണ്. ഇവിടെ നോക്കിയേ, പിയാനോ നമ്മൾ പ്ലൂറലാകുമ്പോ എങ്ങനെയാ വരാം? വെറുതെ S ആണ് ആഡ് ചെയ്യാറ്, അല്ലേ? അതേപോലെ ഒരുപാട് വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ഞാനത് കുറച്ച് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതൊക്കെ പ്ലൂറൽ നൗൺസ് ആവൂലേ? പ്ലൂറൽ നൗൺസ് ആണ്. അപ്പൊ റൂഫ് എന്ന് പറയുന്നത് നമുക്കിവിടെ നേരത്തെ പറഞ്ഞ പോലെ VES ആണ് ചെയ്യുന്നത്. റൂഫിന്റെ പ്ലൂറൽ എപ്പോഴും FS ആയിരിക്കും. S ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ഇപ്പൊ ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞ റൂൾസ് ഇതിന് ബാധകമല്ല എന്നാണ് ഞാനിവിടെ പറയുന്നത്. എക്സെപ്ഷൻസ് എന്ന് പറയുന്നത് ഇവിടെ റൂൾസ് ബാധകമല്ല. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. പ്ലൂറൽ ആണെങ്കിലും എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. മിസ്, ഈ തന്നിട്ടുള്ള വേർഡ്സ് മാത്രമാണോ എക്സെപ്ഷൻസ്? അതല്ലാണ്ട് ഇംഗ്ലീഷ് വേർഡ്സിൽ ഇനിയും ഉണ്ടോ? ഇനിയുണ്ട്, ഒരുപാടുണ്ട്. ഇതെങ്ങനെ നമ്മൾ അറിയും? ഇതിപ്പോ അങ്ങനെ കാണാതെ നമ്മൾ ഇതിപ്പോ എക്സാമിനാണെങ്കിലും MCQ അങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇതിങ്ങനെ വരുമോ? ഇല്ല, ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞുള്ളൂ. അല്ല, നമുക്ക് നൗൺ ഒരു വേർഡ് തന്നിട്ട് അതിന്റെ പ്ലൂറൽ ഫോം എഴുതാനായിട്ടോ അങ്ങനെ എന്തെങ്കിലും വരുമോ? അപ്പൊ അങ്ങനത്തെ സമയത്ത് EFും Fും കൺഫ്യൂഷൻ ആയിരിക്കും. ഇല്ല, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റിൽ ഇത് ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, മെയിൻ പോർഷൻസ് ഒക്കെ വേറെയാണ്. ഞാനിപ്പോ പ്ലൂറൽ നിങ്ങൾക്കത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്കത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ആയിരുന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ സ്റ്റാഫ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ പറയും സ്റ്റാഫ്സ്, അല്ലേ? അത് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പറയുന്ന കാര്യങ്ങളാണ്.
അല്ലേ? അത് നമുക്ക് എക്സെപ്ഷൻ ആണെന്ന് ഇതിപ്പോ പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക കുറച്ചുകൂടെ. അതേപോലെ തന്നെ വൈഫിനൊക്കെ നമ്മൾ പ്ലൂറൽ എപ്പോഴും പറയാറുണ്ട് വൈഫ്സ് എന്നാ പറയാറ്, ശരിയാണോ? ലീവ്സ് എന്നാ പറയാറ് അല്ലേ? ശരിയല്ലേ? യുവർസെൽഫ് ഇല്ലല്ലേ മിസ്സേ, ലീഫ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇലയല്ലേ? ആ, ഇലയാണ്. അപ്പൊ ഇലകൾ എന്നാക്കാനാണ് നമ്മളിവിടെ ലീവ്സ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ നമ്മള് ലീവ്സ് എന്ന് പറയില്ല, അവിടെ എഫ് യൂസ് ചെയ്യൂല അല്ലെ? VS ആണ് അപ്പൊ അവിടെ ഉപയോഗിക്കേണ്ടത്. അതിപ്പോഴാ മനസ്സിലാവുക, ലീവ്സ് എന്നാ ഉദ്ദേശിച്ചത്. ഓക്കെ, അങ്ങനെയല്ല കേട്ടോ. ലീഫ് ഇല എന്നാ പറയുന്നത്. ഇലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ലീവ്സ് എന്നാ പറയാ. ഓക്കെ, ലീവ്സ്. ജിഷ്മ തെറ്റാണത്, ലീവ്സ് അല്ല, ലീവ്സ്. BES. അത് നമ്മൾ പ്രൊണൗൺസിയേഷൻ അങ്ങനെ വരുമ്പോ നമ്മള് ലീഫ് അങ്ങനെ പറയും, ലീവ്സ് എന്ന് പറയും. അങ്ങനെയാണോ? എപ്പോഴും നമ്മള് പ്രൊണൗൺസ് ചെയ്യണത് കറക്റ്റ് ആണെന്നില്ല എപ്പോഴും. ഓക്കെ, എഴുതുമ്പോ സ്പെല്ലിങ് അങ്ങനെ ഇങ്ങനെ വരുള്ളൂ. ലീവ്സ് അതൊന്ന് പ്രൊണൗൺസ് ചെയ്ത് നോക്കൂ, വ്യത്യാസമുണ്ട് ചെറുതായിട്ടെങ്കിലും. ഓക്കെ, അപ്പൊ എക്സെപ്ഷൻസ് മനസ്സിലായോ? ഇപ്പൊ നോക്കൂ, അടുത്ത നോക്കിയേ. ഇപ്പൊ മാംഗോ നമ്മള് പ്ലൂറൽ ആകണമെങ്കിൽ എന്താ ചെയ്യാ? ഒരു മെസ്സ് ആഡ് ചെയ്യുമോ എല്ലാവരും? ഇല്ല. മാംഗോസ് എന്താ? ES ആഡ് ചെയ്യും അവിടെ. ടൊമാറ്റോസ്, പൊട്ടറ്റോസ് അല്ലേ? അതെന്തുകൊണ്ടാണ്? ഓയുടെ മുന്നില് കോൺസണന്റ് സൗണ്ട് വന്നത് കൊണ്ടാണ് അവിടെ ES ആഡ് ചെയ്തത്. മാംഗോസ്, ഓയുടെ ഫ്രണ്ടിൽ എന്താണ്? കോൺസണന്റ് സൗണ്ട് ആണ് വന്നത്. സോ ആഡ് ES. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കൂ, എക്സെപ്ഷൻസ് പറഞ്ഞ കുറച്ച് പേര് നോക്കിയേ. പിയാനോ നമ്മള് പ്ലൂറലാക്കണമെങ്കിൽ ES ആഡ് ചെയ്യുമായിരുന്നെങ്കിലും ഇല്ല, കാരണം ആ വേർഡ്സേ മിസ്റ്റേക്ക് ആയിപ്പോ. സോ പിയാനോ എപ്പോഴും പിയാനോസ് തന്നെ വരിക. ഫോട്ടോ നിങ്ങൾ എങ്ങനെയാ ഫോട്ടോസ് എന്ന് ചോദിക്കാറ്? ES ആഡ് ചെയ്യോ? ഇല്ല, എസ് മാത്രം. ഒരു മെസ് മാത്രം. അപ്പൊ അതൊക്കെയാണ് എക്സെപ്ഷൻസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സെപ്ഷൻസ് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഓക്കെ, പ്ലൂറൽ ഫോംസിന്റെ എക്സെപ്ഷൻസ് വേർഡ്സ് എന്ന് നോക്കിയാല് ഒരുപാട് വേർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും എങ്ങനെയൊക്കെയാണ് എന്ന് അറിയണം, നല്ലതാണ്. ഓക്കെ, മറക്കരുത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓയ്ക്ക് മുന്നില് കോൺസണന്റ് സൗണ്ട് വന്നാലും ES ആഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഓയ്ക്ക് മുന്നില് വൊവൽസ് ആണ് വരുന്നെങ്കിലോ S ആണ് ആഡ് ചെയ്യേണ്ടത്. നോക്കൂ, സൂസ്, റേഡിയോസ്, വീഡിയോസ് അല്ലെ? സ്റ്റീരിയോസ്, കാംഗറൂസ്. എന്താണ്? ഓയ്ക്ക് മുന്നിൽ വൊവൽസ് വന്നത് കൊണ്ടാണ് ഇവിടെ S ആഡ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതിപ്പോ നമ്മള് ഇത്രയും വേർഡ്സ് നമ്മള് ഇന്നത് ആഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഇത് ടോട്ടലി ഡിഫറെന്റ് ആയ കുറച്ച് പ്ലൂറൽസ് ഉണ്ട്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ നോക്കൂ. മാൻ എന്ന് പറയുന്നത് പ്ലൂറൽ ഏതാ? ടോട്ടലി ഡിഫറെന്റ് ആണ്. നോക്കൂ, അങ്ങനത്തെ കുറച്ച് പ്ലൂറൽസ് നോക്കി. അത് നിങ്ങൾ നോക്കണം കേട്ടോ, പെട്ടെന്ന് നിങ്ങൾ ആർക്കും അറിയാൻ പറ്റില്ല. നോക്കി, വുമൺ എന്ന് പറയുന്നത് ഒരാളാണ്, സിംഗുലർ ആണ്, വുമൺ. ഓക്കെ, വിമൻ. അപ്പൊ വിമൻ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്. സ്പെല്ലിംഗ് നോക്കൂ, A ആണ് വരുന്നെങ്കിൽ സിംഗുലർ, E ആണ് വരുന്നെങ്കിൽ പ്ലൂറൽ. ഓക്കെ, എപ്പോഴും നമുക്ക് മിസ്റ്റേക്ക് വരുന്ന രണ്ട് കാര്യങ്ങളാണ് വുമൺ ആൻഡ് മാൻ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് നോക്കൂ, ചൈൽഡ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്. സോ അതിന്റെ പ്ലൂറൽ ഏതാണ്? ചിൽഡ്രൻ ആണ്. നിങ്ങൾ ഒരിക്കലും ചിൽഡ്രൻ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ചിൽഡ്രൻസ് എന്ന് ഒരിക്കലും പറയാൻ പാടില്ല, കാരണം അത് ഓൾറെഡി പ്ലൂറൽ ആണ്. അതിന്റെ കൂടെ S ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ചിൽഡ്രൻ എപ്പോഴും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നമ്മൾ എപ്പോഴും ചിൽഡ്രൻസ് എന്ന് പറയും. ശരിയാണോ? പറയാറുണ്ട് ആരെങ്കിലും അത്? സോ അങ്ങനെ പറയാൻ പാടില്ല, ചിൽഡ്രൻ ആണ്, കാരണം ചിൽഡ്രൻ ഓൾറെഡി പ്ലൂറൽ വേർഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കൂ, പേഴ്സൺ എന്ന് പറഞ്ഞ സിംഗുലർ വേർഡ് ആണ്. സോ അതിന്റെ പ്ലൂറൽ ഏതാണ്? പീപ്പിൾ ആണ്. ടൂത്ത്, ടീത്ത്, ഫുട്ട്, ഫീറ്റ്, മൗസ്, മൈസ്.
ഓക്സ് അതെങ്ങനെ ഫുഡ് ഫീറ്റായി? എന്തോ ഫുഡ് ഫീറ്റ്. ഫൂട്ട് ഫീറ്റോ? ഫൂട്ട് എന്താ? കാൽ. കാല് എന്തോ കാല് പാദം 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 കാൽപാദം കാൽപാദങ്ങൾ എന്ന് പറയാൻ നിങ്ങൾ എന്ത് പറയും? ഫൂട്ട്സ് എന്ന് പറയും. ഫീറ്റ് 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 ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, ഫൂട്ടിന്റെ പ്ലൂറലാണ് ഫീറ്റ് എന്നുള്ളത്. അപ്പൊ മൗത്ത് എന്താണ്? മെന്നേ വരുള്ളൂ, മെൻസ് വേണ്ടേ, എസ് വേണ്ടേ? എസ് വേണ്ട. ആ ഓക്കെ. അതാണ് മിസ്റ്റേക്ക് അല്ലേ? എസ് ഉപയോഗിക്കരുത്, കാരണം അത് ഓൾറെഡി പ്ലൂറൽ അല്ലേ. പിന്നെ ഇതിന്റെ കൂടെ എസ് അറിയേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ മിസ് മെൻസ് വെയർ എന്നൊക്കെ പറയണ എന്താ? മെൻസ് വെയറോ? പുരുഷന്മാരുടെ എന്ന് വരും. പുരുഷന്മാരുടെ എന്നാ വരാ, മെൻസ് അപ്പോസ്ട്രോഫി എസ് വരും. ക്ലിയർ ആണോ? അത് മെൻസ് ക്ലിയർ. കഴിഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ആ വരും. അത് അവരുടെ, പുരുഷന്മാരുടെ എന്നാ വരാ. സോ വുമൺ എന്ന് പറയുമ്പോ വുമൺസിന്റെ, സ്ത്രീകളുടെ എന്നാ പറയാം. സ്ത്രീകൾ എന്ന് പറയുമ്പോ വുമൺ ആണ്. പുരുഷന്മാർ എന്ന് പറയുന്നത് മെൻ ആണ്. ചിൽഡ്രൻ എന്ന് പറയുന്നത് കുട്ടികൾ എന്നാണ്. കുട്ടികളുടെ എന്ന് പറയുമ്പോൾ ചിൽഡ്രൻസ് എന്ന് പറയാം. സോ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പൊ വുമൺ വുമൺ തന്നെയാണല്ലോ. വുമൺ സ്പെല്ലിംഗ് ഈ വന്നിട്ടുണ്ട്. വുമൺ WOMAN ആണ് വരുന്നെങ്കിൽ സിംഗുലർ ആണ്. MEN ആണ് വരുന്നെങ്കിൽ പ്ലൂറൽ ആണ്. അത് തന്നെയാണ് മാനും മെനിലും യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? ക്ലിയർ. ഇനി ഒരു ചേഞ്ച് ഇല്ലാത്ത വേർഡ്സ് ഒക്കെ. ഷീപ്പ്, ഷീപ്പ് തന്നെയാണ് എന്റെ പ്ലൂറല്. ഡീർ, ഡീർ തന്നെയാണ് പ്ലൂറല്. ഫിഷ്, ഫിഷ് തന്നെയാണ് പ്ലൂറല്. സീരീസ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ മാം. എന്തോ ഫിഷുകൾ കുറെ ഉണ്ടാവുമ്പോ ഫിഷസ് എന്ന് പറയില്ലേ? അതാ ഞാൻ പറയണേ. ഫിഷിന് കുറെ ഫിഷസ് ഉണ്ടാവും. ഫിഷ് ഉണ്ടാകുമ്പോൾ അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ആണെങ്കിലാണ് നമ്മൾ ഫിഷസ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളൊരു അക്വേറിയത്തിൽ നോക്കിയിട്ടാണ് പറയുന്നെങ്കിൽ ഫിഷസ് എന്ന് പറയാം. കാരണം അതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷസ് ഉണ്ടാവും. ശരിയല്ലേ? ഒരേപോലത്തെ ഫിഷ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഒരേപോലത്തെ ഫിഷ് ആണ് ഇവിടെ കാണുന്നെങ്കിൽ അത് ഫിഷ് എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ ആയോ? ഇത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഉണ്ടെങ്കിൽ ഫിഷസ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? പ്ലൂറൽസ് ക്ലിയർ ആയോ? മാം ക്ലിയർ അവിടെ മാം. ഡിഫറെന്റ് ടൈപ്പ് ഫിഷസ് ആണെങ്കിൽ SES ആണ് വരുന്നത് അല്ലേ? ഫിഷസ് SHES. SHES അല്ലേ വരുന്നത്? അതാണ്. ഓക്കെ, പ്ലൂറൽസ് ക്ലിയർ ആയില്ലേ? അപ്പൊ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് തരാം. ഈ പ്ലൂറൽസിന് ഈ നോട്ട് തരാം. ഓക്കെ, എന്തോ എക്സെപ്ഷൻസ് അതില് വേറെ അതിലുള്ള വേർഡ്സിന് വേറെ ഫീച്ചേഴ്സ് ഉണ്ടോ? പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ക്ലിയർ ആവുന്നില്ല, ഭയങ്കര സൗണ്ട് അവിടെ. എക്സെപ്ഷൻസ് ആ വേർഡ്സിന് വേറെ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടോ? വേറെ വേർഡ്സ് ഉണ്ടോന്നോ എക്സെപ്ഷൻസിന്? അല്ല, പ്രത്യേകതകൾ ഉണ്ടോന്ന്. അയ്യോ, എനിക്ക് ക്ലിയർ ആവുന്നില്ല. ഒന്ന് മെസ്സേജ് അയക്കോ, കമന്റ് ചെയ്യോ? വേറെ പ്രത്യേകതകൾ ഉണ്ടോന്ന്. വേറെ പ്രത്യേകതകളോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എക്സെപ്ഷൻസ്. നിങ്ങൾക്ക് എങ്ങനെയാ പറഞ്ഞു തരാതെ? ഇപ്പോ ഇവിടേക്ക് ഞാൻ പറഞ്ഞു ഇന്നത് ഇങ്ങനെ വന്നത് കൊണ്ട് അവിടെ എസ് ആഡ് ചെയ്യണം. ചിലതിൽ ഞാൻ പറഞ്ഞു കോൺസണന്റ് സൗണ്ട് വന്നത് കൊണ്ട് അവിടെ ഇങ്ങനെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊന്നും ബാധകമല്ലാത്ത കുറച്ച് വേർഡ്സ് ആണ് ഞാൻ പറഞ്ഞത് എക്സെപ്ഷൻസ് എന്ന് പറയുന്നത്.
കാരണം ഇവർക്ക് ഒന്നും ബാധകമല്ല. ഇത് എപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എക്സെപ്റ്റ് മീൻസ് ഒഴിവാക്കപ്പെട്ട, അതായത് ഞാൻ പറയാം, ഒഴിവാക്കപ്പെട്ട വാക്കുകളാണ്. ഇതെല്ലാരും ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഇത് ഇപ്പൊ റൂഫിൽ ഞാൻ റൂട്ട്സ്, ഇവിടെ റൂട്ട്സ് എങ്ങനെയാ വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അങ്ങനത്തെ ഒരു റൂള് ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് റൂട്ട്സ് വന്നത്, ലീഫിന്റെ അവിടെ എന്താണ് ബീഡ്സ് വന്നത്, അവിടെ എന്താണ് എസ് ആഡ് ചെയ്തതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം അത് ഒഴിവാക്കപ്പെട്ട വേർഡ്സ് ആണ്. അത് എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. മനസ്സിലായോ? അതില് ES ചേർത്താൽ അതിന്റെ സ്പെല്ലിംഗ് മാറിപ്പോകുന്നോണ്ടായിരിക്കില്ലേ മിസ്? ES ചെയ്യാതെ സ്പെല്ലിംഗ് മാറില്ല, അല്ല ചിലപ്പോൾ മീനിങ്ങേ മാറിപ്പോ. മനസ്സിലായോ? അങ്ങനത്തെ ഒരു വേർഡ് നമുക്ക് ഇംഗ്ലീഷിൽ ഇല്ല. ഉണ്ടോ? ഉണ്ടാകില്ല. അതാ പറഞ്ഞത്. അങ്ങനത്തെ കുറച്ച് വാക്കുകൾ എങ്ങനെയാണ് എക്സെപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കപ്പെട്ട വാക്കുകൾ. ഇപ്പൊ ഓക്കെ, അപ്പൊ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. ഗൂഗിളിൽ സെർച്ച് ചെയ്താല് ഇതുപോലത്തെ ഒരുപാട് വേർഡ്സ് കിട്ടും. ഓക്കെ, ഞാൻ കുറച്ച് മാത്രം, ഞാൻ ഇത്രയും ഡൗട്ട് ഉണ്ടെന്ന് വിചാരിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ചിത്ര കറക്റ്റ് ആണ്. കാരണം ഇതെല്ലാം നമ്മൾ നേരത്തെ പഠിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നോക്കിയിട്ടില്ല. ഓക്കെ, നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ ഇത് പഠിച്ചിട്ടുള്ളതാണ് പ്ലൂറൽസ്. പക്ഷെ അന്നൊന്നും നമുക്ക് ടീച്ചേഴ്സ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ കുറിച്ച് അറിയാത്തത്. ഓക്കെ, അപ്പൊ നിങ്ങളേതായ രീതിയിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്തിട്ടൊന്ന് പഠിക്കാൻ നോക്കൂ. ഇത്രയും ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? ഈ നോട്ട് ഇപ്പൊ PDF ഇല്ലാത്തതല്ലേ, ഇത് മിസ് ഉണ്ടാക്കിയതല്ലേ? അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ ക്ലാസ് റൂമിൽ ക്ലാസ്സിലിട്ട് തരാം. കാരണം ഇപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് അത് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഞാൻ സിമ്പിൾ ആക്കിയിട്ട് ഞാൻ നോട്ട് ചെയ്തത്. ഓക്കെ, എന്തോ ക്ലാസ് റൂമിൽ ഒന്ന് ഇട്ട് തരണം പറയാം. അതെന്തായാലും ഇട്ട് തരും. ഇപ്പൊ നിങ്ങളുടെ നോട്ട്സിലുണ്ട്, നോക്കൂടെ സിംഗുലർ നൗൺസ് എൻഡിങ് CH SH കണ്ടോ, X ഇതൊക്കെ അവസാനിക്കുമ്പോൾ ES ആഡ് ചെയ്യണം. കണ്ടോ, ഇവിടെ പറയുന്നുണ്ട് ഇതെല്ലാം. സോ അത് കുറച്ചുകൂടെ സിമ്പിൾ ആക്കി നോട്ട് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ ഉണ്ട്. നോക്കൂടെ എക്കോ കണ്ടോ, എക്കോ എന്ന് പറയുമ്പോ O വന്നു അല്ലെ, അപ്പൊ ES ആഡ് ചെയ്യണം. കണ്ടോ, എക്കോ എക്കോസ്, ഹീറോ ഹീറോസ്. കണ്ടോ, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങളുടെ നോട്ടിൽ തന്നെ ഉണ്ട്. അതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ എന്റെ നോട്ടും ഇതും കൂടി കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, കാരണം നിങ്ങളിൽ ഒരുപാട് ഉണ്ട്. അതിനും കുറച്ച് സിമ്പിൾ ആയിട്ടാണ് എൻ്റെ കൊടുത്തത്. അതാണ് ഞാൻ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ നോക്കുമ്പോ. ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വായിക്കേണ്ടി വരും. മറ്റേത് ചില പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ വേഗം മനസ്സിലാവും. ഓക്കെ, അപ്പോ കൗണ്ടബിൾ നൗൺ ആണ് എപ്പോഴും എന്താ പ്ലൂറൽ ഫോമിൽ വരാന്നാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ കൗണ്ടബിൾ നൗൺ എല്ലാവർക്കും മനസ്സിലായില്ലേ, ക്ലിയർ ആയില്ലേ? അൺകൗണ്ടബിൾ നൗൺസില് പ്ലൂറൽ ഫോം ഇല്ല. ഓക്കെ, ഓക്കെ, ദെൻ അൺകൗണ്ടബിൾ നൗൺ നോക്കൂ. Uncountable noun things considered in mass. So sugar, rice, wheat, air, dust. ഇതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ദെൻ നോക്കൂ, മെറ്റീരിയൽ. കുറച്ച് മെറ്റീരിയൽ നൗൺസ് ഉണ്ട്. അൺകൗണ്ടബിൾ നൗൺസിൽ തന്നെ മെറ്റീരിയൽസ് ഉണ്ട്. മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഗോൾഡ്, വുഡ്, പേപ്പർ അല്ലെ, ഇതൊക്കെ മെറ്റീരിയൽ ആണ്. അടുത്ത ലിക്വിഡ്സ്. ലിക്വിഡ് നോക്കൂ, വാട്ടർ, ഓയിൽ, മിൽക്ക്. ഗ്യാസസ് നോക്കൂ, എയർ, ഹൈഡ്രജൻ, ഓക്സിജൻ, സ്മോക്ക്. പിന്നെ നാച്ചുറൽ ഫിനോമിന, അത് കോൾഡ്, ഹീറ്റ്, സൺലൈറ്റ്, ഇലക്ട്രിസിറ്റി. Then abstract nouns. Abstract nouns means കാണാൻ പറ്റാത്തത്. Anger, courage, happiness, freedom. Then branches of learning. ഇതൊക്കെയോ physics, statistics, economics. ഇതൊക്കെ എന്താണ്, നമുക്ക് എണ്ണാൻ പറ്റുന്നതാണോ? No. ഇത്രയും വേർഡ്സ് കണ്ടാല് എന്താണ്, അതൊക്കെ അൺകൗണ്ടബിൾ നൗൺസ് ആണെന്ന് മനസ്സിലാക്കാം. നമുക്ക് എണ്ണാൻ പറ്റാത്തതും നമുക്ക് കാണാൻ പറ്റാത്തതുമായ കുറച്ച് വേർഡ്സ് നമുക്കുണ്ട് അല്ലെ, അതെല്ലാം എന്താണ് അൺകൗണ്ടബിൾ നൗൺസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ,
ഇവിടെ നോക്കൂ കുറച്ച് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടല്ലേ. ഈ ലിസ്റ്റിൽ കാണുന്നതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഈ ആബ്സെൻസ്, ഡെത്ത്, ഹ്യൂമർ, നേച്ചർ, ഷുഗർ, എക്സസ്, ഡെമോക്രസി, ഹാപ്പിനെസ്, ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, കാരണം സിമ്പിൾ ആണെന്ന് വെച്ചാൽ നമുക്ക് എണ്ണാൻ പറ്റില്ല. അത്രയും മനസ്സിലാവും. എണ്ണാൻ പറ്റില്ല, കാണാൻ പറ്റില്ല അല്ലെ? ഈ അഡ്വൈസ് എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നതാണ് അല്ല. അപ്പൊ ഇത് ഏത് നൗണാണ്? ഇതില് സ്റ്റേഷനറി എന്ന് പറയണ്ടല്ലോ. സ്റ്റേഷനറി എന്ന് പറയുന്നത് ഈ പെൻസിൽ, സ്കെയിൽ അങ്ങനത്തെ സാധനങ്ങളല്ലേ? സാധനങ്ങളാണ്. സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ അതിനകത്ത് പലതുണ്ട്. ഒരുപാട് അപ്പൊ അത് കൗണ്ടബിൾ അല്ലേ? സ്റ്റേഷനറി എന്ന വേർഡ് ശ്രദ്ധിക്കൂ. വേർഡ് ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് അല്ലേ? ഓക്കെ, ഇപ്പൊ സ്റ്റേഷനറിയിൽ പെടുന്നതാണ് ബുക്ക്. ഇപ്പൊ ബുക്കാണ് അവിടെ പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എഴുതാം അത് കൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ, സോ ഞാൻ വുഡ് വരുമ്പോ വുഡ് വരും. ഞാൻ പറഞ്ഞ വുഡ് ഇവിടെ ഉണ്ട്. അത് മെറ്റീരിയൽ ആണ്. ആരാ മ്യൂട്ട് ചെയ്യുന്നതാണ്. കാരണം മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ പറയുന്ന ക്ലാസ് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. ഓക്കെ, ഡൗട്ട് ചോദിച്ചതിന് ശേഷം മ്യൂട്ട് ചെയ്യുക എല്ലാവരും. ഓക്കെ, ഇപ്പോ ഞാൻ പറയട്ടെ, അൺകൗണ്ടബിൾ നൗൺസിൽ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? മെറ്റീരിയൽ നൗൺസ് ഉണ്ട്, ലിക്വിഡ് ടൈപ്സ് ഉണ്ട്, ഗ്യാസസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ നേച്ചർ, അബ്സ്ട്രാക്ട് വരുന്ന നൗൺസ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. ആങ്കർ, കറേജ് ഒക്കെ അത് നമുക്ക് കാണാൻ പറ്റുന്നതല്ലല്ലോ. അതുകൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റും. അത് മാത്രം ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് ആബ്സ്ട്രാക്ട് നൗൺ. കാരണം കാണാൻ പറ്റില്ല. ഓക്കെ, നാച്ചുറൽ, കുറച്ച് നേച്ചറിൽ നിന്ന് കിട്ടുന്ന നൗൺസ് ഉണ്ട്. ഏതൊക്കെയാണ്? കോൾഡ്, ഹീറ്റ്, സൺലൈറ്റ്, ഇലക്ട്രിസിറ്റി. നമുക്ക് നേച്ചറിൽ നിന്ന് കിട്ടുന്നതാണ് അല്ലെ? അതും ശ്രദ്ധിക്കുക. അതൊക്കെ പഠിച്ചു വെക്കുക. നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ അല്ലെ? പിന്നെ ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് നമുക്ക് ലേൺ ചെയ്യുന്നത് ഇംഗ്ലീഷ്, ഫിസിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ്. ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ആണ് വിചാരിക്കും. ടെക്സ്റ്റ് അല്ല, ആ വേർഡ് ആണ് നോക്കേണ്ടത്. ഓക്കെ, ആ വേർഡ് ഒരിക്കലും നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുന്ന വേർഡ് അല്ല. ഇപ്പൊ എക്കണോമിക്സ് ടെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓക്കെ കൗണ്ട് ചെയ്യാൻ പറ്റും. അത് എക്കണോമിക്സ് ബുക്ക് എന്ന് പറയുകയാണെങ്കിൽ കൗണ്ട് ചെയ്യാൻ പറ്റും. സോ എക്കണോമിക്സ് മാത്രമാണെങ്കിൽ നമുക്ക് ആ വേർഡ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അൺകൗണ്ടബിൾ ആണ്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി എന്തെങ്കിലും കൺഫ്യൂഷനോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും, ഞാൻ പറയാം. അപ്പൊ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, അതെല്ലാം പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, കാണാതിരിക്കലും പഠിക്കരുത്. നമ്മള് എന്തും ബൈഹാർട്ട് ചെയ്യരുത്. ബൈഹാർട്ട് ചെയ്തത് എന്തും നമ്മള് അതെപ്പോഴും ഓർമ്മയിൽ നിൽക്കണമെന്നില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുക. വേറെ ഏത് രീതിയിൽ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ട്രിക്കിലൂടെയൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ എന്നും നിങ്ങളുടെ അതൊരു മെമ്മറിയിൽ ഉണ്ടാവും. ഓക്കെ, ഇലക്ട്രിസിറ്റി നാച്ചുറൽ ആണ്. നാച്ചുറൽ അല്ലേ? നമ്മൾ ഉണ്ടാക്കുന്നതാണെങ്കിൽ നേച്ചറിൽ നിന്ന് കിട്ടുന്നതല്ലേ? നേച്ചറിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത് അല്ലേ? വുഡൊക്കെ എന്താണ് കുഴപ്പമില്ല, അത് അൺകൗണ്ടബിളിൽ പെടുത്താം. പക്ഷെ ഫർണിച്ചറൊക്കെ ഇതില് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്തോ ഫർണിച്ചർ കൗണ്ടബിൾ അല്ലേ? ഫർണിച്ചർ അൺകൗണ്ടബിൾ ആണ്. മെൻഷൻ ചെയ്തിട്ടില്ല. പറയുന്നത് മനസ്സിലാക്കൂ. ഫർണിച്ചർ, ആ വേർഡ് ശ്രദ്ധിക്കൂ നിങ്ങള്. ഫർണിച്ചർ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫർണിച്ചേഴ്സ് ഉണ്ട്. അത് പെർട്ടിക്കുലർ ഒരു നെയിം എടുത്താണ് ഇവിടെ പറയുന്നെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റും. ശരിയാണോ? ടേബിൾ ഒരു ഫർണിച്ചർ ആണ് അല്ലേ? അപ്പൊ ടേബിൾ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നെങ്കിൽ അത് കൗണ്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ? ക്ലിയർ അല്ലേ എല്ലാവർക്കും?
ഫർണിച്ചർ എന്ന് പറയുമ്പോ അപ്പൊ അതില് ടേബിള് കൂടാതെ ഉള്ളതുകൾ വരുന്നുണ്ട്, സോഫ അങ്ങനെ പലതും വരുന്നുണ്ട്. അപ്പൊ അത് കൗണ്ട് ചെയ്യാൻ പറ്റണില്ല. ഇപ്പൊ സ്റ്റേഷനറിയുടെ പറഞ്ഞ പോലെ സ്റ്റേഷനറി എന്ന് പറയുമ്പോ ഇതിലിപ്പോ ഏതെങ്കിലും ഒന്ന് ബുക്ക് മാത്രമാണെങ്കിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അതല്ല ഉദ്ദേശിക്കണം, അങ്ങനെയാണോ ഉദ്ദേശിക്കണത്? സ്റ്റേഷനറി എന്ന് പറയുമ്പോ അതിൽ ഒരുപാട് പലചരക്ക് ഐറ്റംസ് പെടും, ഈ എല്ലാതും പെടുന്നതല്ല. അതുകൊണ്ട് എന്താണെന്നുള്ള ഒന്നിനെ കുറിച്ച് മാത്രം പറയുന്നതാണ് കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലേ? അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? ഡ്രാപ്പറി എന്ന് പറഞ്ഞാൽ എന്താ? ആങ്കറിന്റെ ഇപ്പുറത്ത് 4ാമത്തെ ലൈനില്. ശരിയാണല്ലോ, ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാവേ. ഓക്കെ മാം. ഞാൻ നോക്കിട്ട് പറഞ്ഞുതരാം. പാക്കിയോ, അഡ്വൈസ്, അറ്റ്മോസ്ഫിയർ. ഞാൻ ഈ വേർഡ്സ് കുറച്ച് നോക്കിയിരുന്നില്ല. ഓക്കെ, ഇപ്പോ പവർ ഇതിനകത്ത് പറ്റുമോ മിസ്സേ? പവർ പറ്റും. പവർ പറ്റുമല്ലോ, കാരണം അത് ആബ്സ്ട്രാക്ട് അല്ലേ? അത് ആബ്സ്ട്രാക്ട് ആണ്. ഓക്കെ, നമ്മുടെ ഇമോഷൻസ് ഒക്കെ ഇല്ലേ, ഇമോഷൻസ് എല്ലാവരും ആബ്സ്ട്രാക്ട് നൗൺസ് ആണ്. കാരണം നമുക്ക് ഇംപിഡൻസ്, അതാണ് പറയുന്നത്. ഇംപിഡൻസ് ഒക്കെ ഇമോഷൻസ് ആണ്. അത് മീൻസ് ധിക്കാരം എന്ന് പറയുന്നത്. ഓക്കെ, അതൊക്കെ ഇമോഷൻസ് ആണ്. അതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. സോ അതെല്ലാം ആബ്സ്ട്രാക്ട് നൗൺ ആണ്. സോ അത് അൺകൗണ്ടബിൾ നൗൺസ് ആണ്. ഓക്കെ, ഷമീന ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഈ ടേബിളിൽ കാണുന്നെല്ലാനും ആബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ട്, മെറ്റീരിയൽ നൗൺസ് ഉണ്ട്. ഇപ്പൊ മുകളിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഒരുപാട് നൗൺസ്. മെറ്റീരിയൽ നൗൺസ് ഉണ്ടാവും, ലിക്വിഡ് നൗൺസ് ഉണ്ടാവാം, ഗ്യാസസ് ഉണ്ടാവും, നാച്ചുറൽ നിന്ന് കിട്ടുന്നുണ്ടാവാം, ആബ്സ്ട്രാക്ട് നൗൺസ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പൊ ഈ ടേബിളിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, കോഫി, ഫെയ്ത്ത്, ജസ്റ്റിസ്, ക്രോക്കറി. കണ്ടോ, ക്രോക്കറി എന്ന് പറയുന്നത് ഡ്രേപ്പറി, തുണിത്തരങ്ങൾ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഡൗട്ട് മാറിയില്ലേ എല്ലാവരുടെയും? ഓക്കെ, അപ്പൊ ഇതെല്ലാനും അൺകൗണ്ടബിൾ നൗൺസ് ആണ്. അപ്പൊ ഈ വേർഡ്സ് എല്ലാനും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നീ മനസ്സിലാക്കിയെങ്കിലും വെക്കുക. ക്ലിയർ ആയോ? ഈ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ? ഓക്കെ, ഇവിടെ ഈ സെന്റൻസ് ഒന്ന് നോക്കി. ഐ ഹാവ് സം വർക്ക് ടുഡേ. ഐ ഹാവ് സം വർക്ക് ടുഡേ എന്ന് പറയുമ്പോൾ അതെന്താണ്? അൺകൗണ്ടബിൾ ആണെന്ന് പറയാം. കാരണം എന്താണ്? സം വർക്ക്. സോ അൺകൗണ്ടബിൾ ആണ്. കുറച്ച് ജോലികൾ ഉണ്ട് എന്ന് പറയണം, പക്ഷെ അത് എണ്ണാൻ പറ്റുന്ന ജോലികളല്ല, കുറച്ച് ജോലികൾ ഉണ്ടെന്നാ പറയുന്നത്. സോ ദ സെന്റൻസ് ഈസ് അൺകൗണ്ടബിൾ ആണ്, അല്ലെ? നെക്സ്റ്റ് വന്ന് നോക്കൂ. ഐ ഹാവ് റീഡ് ദ വർക്ക്സ് ഓഫ് ഷേക്സ്പിയർ. എന്താണ്? ഷേക്സ്പിയറിന്റെ വർക്ക്സ് എന്താണ്? വായിക്കുകയാണെന്ന് പറയുമ്പോ അത് കൗണ്ടബിൾ ആണ്. കാരണം ഷേക്സ്പിയറിന്റെ വർക്ക്സ് നമുക്ക് എണ്ണാൻ പറ്റുന്നതാണ്, അല്ലെ? അടുത്ത ബുക്സ് ഉണ്ടെന്നൊക്കെ നമുക്ക് എണ്ണാൻ പറ്റും. സോ അത് കൗണ്ടബിൾ നൗൺ ആണ്. ക്ലിയർ ആയോ? ഇവിടെ നോക്കിയേ, ഇവിടെ ഏജ് കോമൺലി യൂസ്ഡ് നൗൺസ് നോക്കിയേ. ഇപ്പൊ ഈ കാണുന്ന വേർഡ്സിലെ വേർഡ്സിന് മുൻപില് നമ്മൾ എ ഓർ ആൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ നോക്കി. ഇവിടെ മൈ മദർ ഗേവ് മീ ആൻ അഡ്വൈസ്. അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഓക്കെ, നമ്മൾ എന്താ പറയാ? മൈ മദർ ഗേവ് മീ സം അഡ്വൈസ് ഓർ മൈ മദർ ഗേവ് മീ എ പീസ് ഓഫ് അഡ്വൈസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ കറക്റ്റ് സെന്റൻസ് സെക്കൻഡ് സെന്റൻസ് ആണ്. ഫസ്റ്റ് വൺ ഈസ് റോങ്. ഓക്കെ, അപ്പൊ ഈ മുകളിൽ കാണുന്ന ഈ ടേബിളിലുള്ള വേർഡ്സിന് മുന്നില് എ ഓർ ആൻ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഈസ് ഇൻഡിഫിനൈറ്റ് ആർട്ടിക്കിൾസ് ആണ്. സോ should never be used before uncountable nouns in the a or an.
ക്ലിയർ ആണോ? മനസ്സിലായില്ല മിസ്. ഇത്രയും വിചാരിക്കുക. ആ ടേബിളിൽ കാണുന്ന വേർഡ്സ് ഇല്ലേ, അതിന് മുന്നിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ആഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഏജ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് വൊവൽ സൗണ്ട് ആണ്. സോ നമ്മൾ പറയാറുണ്ട് വൊവൽസിന് മുന്നിൽ എന്താ ആൻ ആഡ് ചെയ്യണമെന്ന് പറയാറില്ലേ? പറയാറുണ്ടോ അങ്ങനെ? അപ്പോ ഇവിടെ പറയുന്നത് ഈ കാണുന്ന വേർഡ്സിന് മുന്നിൽ എ അല്ലെങ്കിൽ ഓ ആൻ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആൻ ഏജ് എന്ന് പറയാൻ പാടില്ല, ഏജ് എന്ന് പറയാൻ പാടില്ല. ക്ലിയർ ആണോ? യെസ് മാം. കോഫി എന്ന് അവിടെ കാണിക്കുന്നുണ്ടല്ലോ, അപ്പൊ അവിടെ എന്താ നമ്മള് സം കോഫി എന്നാണോ ചേർക്കുക? എന്തോ സം കോഫി അത്രേ അങ്ങനെ വരുള്ളൂ. ഓക്കെ ഓക്കെ. കണ്ടോ, ഇങ്ങനെയാണ് എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, മെനി ബിറ്റ് ഓഫ്, ആൻ ഐറ്റം ഓഫ്, മെനി ഐറ്റം ഓഫ്, അങ്ങനെയൊക്കെ ഇതിന്റെ മുന്നിൽ ആഡ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? They spend a little money on ants. And do you want a slice of bread? കണ്ടോ, അങ്ങനെയല്ലേ പറയാം, സ്ലൈസ്. They spend a little money on ants. ഈ സെന്റൻസ് കാണുന്ന ഈ ആൻസിന്റെ മീനിങ് എന്താണെന്ന് അറിയാം ആർക്കെങ്കിലും? They spend a little money on ants. ഇവിടെ മണിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്താ? ലിറ്റിൽ എന്നാണ് അല്ലേ? നമുക്ക് അവിടെ സം ആഡ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറച്ച് വേർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്, വേണേ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? നമുക്ക് എന്താ വേണ്ടത് അമ്മേ? എന്തോ ഈ പറഞ്ഞത് മനസ്സിലായോ? ഭിക്ഷ എന്നാണ് മലയാളത്തിൽ വരുന്നത്. ബട്ട് അത് Okay, expression denoting number cannot be used before unbound nouns nor such expressions can be. Uncountable nouns മുകളിൽ എപ്പോഴും few, a few അങ്ങനെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. This expression can be used before count noun. മനസ്സിലായോ? ഇപ്പോ few, a few, many, a number of, a good number of എന്നൊക്കെ പറയില്ലേ? അത് അൺകൗണ്ടബിൾ നൗൺസിൽ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? അത് എണ്ണാൻ പറ്റുന്നവയുടെ കൂടെയാണ് യൂസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പൊ മിസ്സേ, അപ്പൊ ഇതിനകത്ത് മൈ മദർ ഗേവ് മീ സം അഡ്വൈസ് നല്ല പറയണേ. അഡ്വൈസ് അൺകൗണ്ടബിൾ അല്ലേ? പക്ഷെ സം എന്ന് പറയുന്നത് ഒരു എമൗണ്ട് പോലെയല്ലേ പറയണേ? ഫ്യൂ എന്ന് പറയണല്ലേ? ഇല്ല, സം എന്ന് പറയുമ്പോൾ കൗണ്ടബിളിൽ കൂട്ടാൻ പറ്റുന്ന ഒന്നല്ല. സം മീൻസ് അതിന് കൗണ്ട് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല, എന്നുവെച്ചാൽ കുറച്ച് എന്നല്ലേ പറയുന്നുള്ളൂ. അതാണ് പറയുന്നത്. ഇവിടെ നോക്കൂ, അൺകൗണ്ടബിൾ നൗൺസിന് കൂടെ ചേർക്കേണ്ടതാണ് ഈ കാണുന്നത്. എ പീസ് ഓഫ്, മെനി പീസ് ഓഫ്, എ ബിറ്റ് ഓഫ്, എ മെനി ബിറ്റ് ഓഫ്. കണ്ടോ? ദിസ്, ദാറ്റ്, സം, എനി, എ ലോട്ട് ഓഫ്, എ ഗുഡ് ഡീൽ. അതെല്ലാം എന്താണ്? അൺകൗണ്ടബിൾ നൗൺസിന് കൂടെ ചേർക്കേണ്ടതാണ്. ഇവിടെ താഴെ നോക്കൂ, ഫ്യൂ, എ ഫ്യൂ, മെനി, എ നമ്പർ ഓഫ് എന്നൊക്കെ പറയുന്നത് കൗണ്ടബിളിന് മുന്നിൽ ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അങ്ങനെ മാത്രം ചിന്തിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻസ് വരാനായി ചാൻസ്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി നോക്കി. നമ്മൾ ഡെയിലി പറയുന്ന കാര്യങ്ങളാണ്. അത് ഇങ്ങനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആ കൺഫ്യൂഷൻ വരും. സോ അതൊന്ന് സിമ്പിൾ ആയിട്ട് ഒന്ന് ഗ്രാസ്പ് ചെയ്ത് നോക്കി. ഡൗട്ട് ഉണ്ടോ? നോക്കൂ. ഈ ആൻ അഡ്വൈസ് എന്ന് പറയുമ്പോ ഒരു അഡ്വൈസ് എന്നല്ല പറയണം. അപ്പൊ നമ്മൾ അങ്ങനെ വേർഡ് യൂസ് ചെയ്യാറില്ലേ? ആൻ അഡ്വൈസ് പറയണോണ്ട് എന്താ? അപ്പൊ അഡ്വൈസിന്റെ മുന്നിൽ ആൻ എന്നുള്ളൊരു ഇത് ചേർക്കാൻ പാടില്ല എന്നുണ്ടോ? അങ്ങനെ ചേർക്കാൻ പാടില്ലെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം കേട്ടെ, നമ്മളൊരു അഡ്വൈസ് കൊടുക്കുമ്പോൾ ഒരു അഡ്വൈസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ആണോ? ഒരു ഉപദേശം തരാം എന്ന് പറയണെങ്കിൽ ആൻ അഡ്വൈസ് തന്നെയല്ലേ പറയണ്ടത്? അതിപ്പോ സെന്റൻസ് മാറില്ലേ? എന്നാ സെന്റൻസ് ഒന്ന് പറഞ്ഞു നോക്കേ. അപ്പൊ മാറാതല്ല. അപ്പൊ അമ്മ കൊറേ ഉപദേശങ്ങൾ തന്നു എന്നുള്ളതാവുമ്പോഴാണ് സം എന്ന് വരുള്ളൂ. ഒരു ഉപദേശം തന്നു എന്ന് പറയുമ്പോ അപ്പൊ നമ്മൾ എങ്ങനെയാ വേർഡ് പറയാ? ഒരു ഉപദേശം, ശരിക്കും ഉപദേശം എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ ആണ്, ശരിയല്ലേ?
ഒരു ഉപദേശമായിട്ട് ആരും ഇത് കൊടുത്തിട്ടില്ല. ശരിയല്ലേ? അത് ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഉപദേശം എന്ന് മാത്രം. എന്തോ ഉപദേശം എന്ന് മാത്രമാണോ പറയാ? അഡ്വൈസ് മാത്രമാണോ പറയാ? കൂട്ടാണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ അപ്പൊ ഈ അഡ്വൈസസ് ആവൂലേ ഉപദേശങ്ങളാവുമ്പോ? അതിന് പകരം അഡ്വൈസ് പ്ലൂറൽ ഫോം. പറയൂ. അതിന് പകരല്ലേ സമ്മ് കൊടുത്തിരിക്കുന്നേ? അതാ പറയാം. പകരമാണ് സമ്മ്. നമ്മ ആ സമ്മ് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ മീനിങ് ഫുൾ വരാം. ഓക്കെ, ഞാനൊരു ഉപദേശം തരാം എന്ന് പറയും. നിങ്ങൾ എങ്ങനെയാ പറയാ? I gave some advice to you. Can I give an advice എന്ന് പറയുന്നത് കറക്റ്റ് ആണോ? Piece of advice. A piece of advice ഞാൻ പറഞ്ഞില്ല ഒരിക്കലും ആൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ ക്ലിയർ? ഇനി എന്താ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ നോക്കിയേ, ഈ ടേബിൾ നോക്കിയേ. കൗണ്ടബിൾ നൗൺസ്, അൺകൗണ്ടബിൾ നൗൺസ്, കൗണ്ടബിൾ എക്വിവലന്റ്. നോക്കൂ, അഡ്വൈസ് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇപ്പുറം നോക്കൂ, എ പീസ് ഓഫ് അഡ്വൈസ് എന്നാ പറയുന്നെങ്കിൽ അത് കൗണ്ടബിൾ ആണ്. മനസ്സിലായോ? ബ്രെഡ്, എ സ്ലൈസ് ഓഫ് ബ്രെഡ്. എംപ്ലോയ്മെന്റ്, ജോബ്. ഫിക്ഷൻ, നോവൽ. ഫർണിച്ചർ, എ പീസ് ഓഫ് ഫർണിച്ചർ. Humor, joke. Information, a piece of information. ഇന്നടുത്ത് എല്ലാം ഞാൻ ക്ലാസ് റൂമിലേക്ക് ഇടും. ഓക്കെ, ഞാൻ സ്ക്രീനിൽ എന്തെങ്കിലും നോട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇടും എന്തായാലും കേട്ടോ. ലവ് ഫോർ ലവ്, ഈ ടേബിള് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇപ്പൊ ഈ ചോദിച്ച ഡൗട്ട് ഈ ടേബിളിലുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? യെസ് മാം. അപ്പൊ അൺകൗണ്ടബിളും അൺകൗണ്ടബിളും ഏകദേശം നമ്മൾ ഫിനിഷ് ചെയ്തു അല്ലേ? പ്ലൂറൽ ലൈക്ക് നൗൺസ് നോക്കോ. മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, physics, you said is everything that is subject to forms. No, the news is true, going to be true. Genes, scissors, bleachers, shutters, ഇതൊക്കെയാണ് എന്താണ്? പ്ലൂറൽസ് ആണ്. നമ്മൾ ഇംഗ്ലീഷില് കുറച്ച് വേർഡ്സ് എപ്പോഴും പ്ലൂറൽസിലാണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നമ്മൾ പറയുന്ന പാന്റ്, ഷൂസ്, ഇതൊക്കെ നമ്മൾ പ്ലൂറൽസ് ആണ് പറയാറ്. ഓക്കെ, ശരിയല്ലേ? പോലും പറയുന്ന വേർഡ്സ് എല്ലാം പ്ലൂറൽസ് ആണ്. പില്ലേഴ്സ്, ഇതൊക്കെ എന്താണ്? പ്ലൂറൽസ് ആണ് ഇതെല്ലാം. പാന്റ് എന്നല്ല പറയാറ്. ട്രൗസേഴ്സ് അല്ലെ? ഇതൊക്കെ എന്താണ്? ഓൾറെഡി പ്ലൂറൽസ് ആണ്. സ്പെക്ടാക്കിൾസ് എന്താ? കണ്ണട. ഓക്കെ, ഡ്രോയേഴ്സ് കണ്ടോ? സിസേഴ്സ്, ഇതെല്ലാം പ്ലൂറൽസ് ആണെന്ന് മനസ്സിലാക്കാം. പിന്നെന്താ? സിംഗുലർ നോക്കുമ്പോൾ some nouns in English seem to be singular but are in fact plural. They are followed by plural verbs. Pupil, police, cattle, poultry, bhumi, cattle. ചില വേർഡ്സ് സിംഗുലർ വേർഡ്സ് ആയിരിക്കും, പക്ഷെ അത് നമ്മള് ചിലപ്പോ പ്ലൂറൽസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ടെന്നാ പറയുന്നത്. നമുക്ക് പോലീസ് ഒക്കെ എന്താണ്? പ്ലൂറൽസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അത് കേൾക്കുമ്പോൾ സിംഗുലർ വേർഡ്സ് ആണ്, പക്ഷെ പ്ലൂറൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. ശരിയാണോ? പോലീസസ് ഒരിക്കലും പറയാറില്ല. അത്രേ ഉള്ളൂ.
ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് ചിന്തിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഒക്കെയാണ് അല്ലെ. നമ്മളത് നമ്മൾ പഠിച്ചിട്ടാണ് അതൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പോലീസസ് നമ്മൾ പറയാറില്ല അല്ലെ, ശരിയല്ലേ? ഒരു എക്സാമ്പിൾ ആണ് അത്. അത് ഓൾറെഡി പ്ലൂറലാണ്. അത് നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോഴാണ് കുറച്ചുകൂടെ മനസ്സിലാവുന്നത്. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ആണ് അല്ലെ, ശരിയാണോ? ഈ കാറ്റിൽ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യും കന്നുകാലികൾ. അതെന്താണ്? അത് പ്ലൂറലാണ്, ശരിയല്ലേ? നമുക്ക് കാണുമ്പോൾ സിംഗുലർ വേർഡ് ആയിട്ട് തോന്നും, പക്ഷെ എന്താണ്? അത് പ്ലൂറൽസ് ആണ്. അത് മനസ്സിലാക്കുക. ഓക്കെ, പീപ്പിൾ എന്ന് പറയുന്നത് എന്താ? പ്ലൂറൽ ആണ്. നമുക്കത് സിംഗുലർ ആയിട്ട് തോന്നും, പക്ഷെ അത് പ്ലൂറൽ ആണ്. പീപ്പിളിന്റെ സിംഗുലർ ഏതാണ്? പേഴ്സൺ. പേഴ്സൺ. അത്രയേ ഉള്ളൂ. masculine, feminine gender, masculine gender, കണ്ടോ? ന്യൂട്രൽ ജെൻഡർ, കോമൺ ജെൻഡർ. അത് മനസ്സിലായോ? മാസ്കുലിൻ ജെൻഡർ പറയുന്നത് അത് മെൻ ആയിരിക്കും. ബോയ്, ഫാദർ, ബ്രദർ, ഡോഗ്, കോക്ക്, ഇതൊക്കെ എന്താണ്? മാസ്കുലിൻ ആയിരിക്കും. അങ്ങനത്തെ ഒരു വേർഡ് കണ്ടാൽ അത് എന്താണ്? മാസ്കുലിൻ ആയിരിക്കും. മീൻസ് ഒരു മെയിൽ ജെൻഡർ ആയിരിക്കും യൂസ് ചെയ്യുക. a noun that denotes a male person or animal. Okay. Feminine gender indicates female person or animal. Girl, mother, sister, daughter, bitch, hand. ഇതൊക്കെ എന്താണ്? ഫീമെയിൽ ജെൻഡർ ആണ്. ന്യൂട്രൽ ജെൻഡർ നോക്കൂ. മാംഗോ, കോളേജ്, ബുക്ക്, പെൻ, കാർ, റൂം. എന്താണ്? a noun that indicates a lifeless thing, namely a thing that is neither male or female. മെയിൽ ആണോ ഫീമെയിൽ ആണോ അല്ലെ? അതായത് ന്യൂട്രൽ ജെൻഡർ ആണ്. കറക്റ്റ് നമ്മൾ മെയിൽ ആണോ ഫീമെയിൽ ആണോ കറക്റ്റ് പറയുന്നില്ല. അത് ചിലപ്പോൾ സെന്റൻസിൽ മെൻഷൻ ചെയ്യും. സോ അപ്പൊ നമുക്ക് അപ്പോഴേ നമുക്കത് പറയാൻ പറ്റുള്ളൂ അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ ആ സെന്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നോക്കി കോമൺ ജെൻഡർ. നമ്മളിപ്പോ ഡോക്ടർ, സ്റ്റുഡന്റ്, ടീച്ചർ, ഫ്രണ്ട്, നേഴ്സ്, എനിമി. നമ്മൾ ഒരു സെന്റൻസിൽ സ്റ്റുഡന്റ് എന്ന് മാത്രമാണ് കാണുന്നെങ്കിൽ നമുക്കത് മെയിൽ ജെൻഡർ ആയിട്ടാണ് നമുക്ക് കൂടുതൽ കൺസിഡർ ചെയ്യാറ് പൊതുവെ. ഓക്കെ, സോ അവിടെ ഗേൾ സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ അവിടെ മെൻഷൻ ചെയ്യും. സോ നമുക്ക് ഫീമെയിൽ ആയിട്ട് പറയാം. കൺഫ്യൂഷൻ ഉണ്ടോ ആർക്കെങ്കിലും? അത് മനസ്സിലായില്ലോ? ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ വേർഡ് ഇപ്പോ ഫാദർ എന്ന വേർഡ് കണ്ടു. അത് ഏത് ജെൻഡർ ആണ്? മസ്കുലിൻ മീൻസ് മെയിൽ എന്ന് പറഞ്ഞാൽ മതി, സിമ്പിൾ. ഓക്കെ, മസ്കുലിൻ. ഓക്കെ, ഇപ്പൊ ഡോഗ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ജെൻഡർ ആയിട്ടാ? മെയിൽ. ജെൻഡർ ആയിട്ട്. ഓക്കെ, മെയിൽ ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഫീമെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫീമെയിൽ ഓൾറെഡി നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. അത് ബോഡി കാണുമ്പോൾ നമുക്ക് ഫീമെയിൽ ആണെന്ന് മനസ്സിലാവും. ദെൻ ന്യൂട്രൽ ജെൻഡർ. നമുക്ക് മാംഗോനൊക്കെ ജെൻഡർ പറയാൻ പറ്റുമോ? ഇല്ല. ബുക്കിന് ജെൻഡർ പറയാൻ പറ്റുമോ? ഇല്ല. കോളേജ് ജെൻഡർ ഉണ്ടോ? ഇല്ല. അതാണ് ന്യൂട്രൽ ജെൻഡർ. ഓക്കെ, പിന്നെ പറയുന്നത് ഡോക്ടർ, സ്റ്റുഡന്റ്, ടീച്ചർ. ഡോക്ടർ, സ്റ്റുഡന്റ്, ടീച്ചർ ഒക്കെ നമുക്കത് ജെൻഡർ ആയിട്ട് സ്റ്റുഡന്റ് ആണെങ്കിൽ നമുക്കത് ഇവിടെ മെയിൻ ആയിട്ട് കാണാൻ പറ്റും, മെയില്. പിന്നെ ഡോക്ടർ, സ്റ്റുഡന്റ്, ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ ആ സെന്റൻസിൽ ചിലപ്പോൾ മെൻഷൻ ചെയ്യും. അത് ചിലപ്പോൾ മെയിൽ സ്റ്റുഡന്റ് ആണോ ഗേൾ സ്റ്റുഡന്റ് ആണോ അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അത് മനസ്സിലാകാം അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ക്ലിയർ. അത്രയോ? the ways of forming feminine gender from masculine gender by adding ears. This is the നോക്കൂ, ഓതർ എന്ന് പറയുന്നത് ഏതാ? മെയിൽ. മെയിൽ ജെൻഡർ ആണ്. ഓതറേഴ്സ് എന്ന് പറയുന്നതോ? ഫീമെയിൽ. Gainers.
എന്ന് പറയുന്നത് ഫീമെയിൽ. എന്ന് വെച്ചത് ഈ കാണുന്നതിനൊക്കെ ES ആഡ് ചെയ്തിട്ട് ഈ ഡബിൾ S ആഡ് ചെയ്താല് എന്താ മസ്കുലിൻ ആവും. ഫീമെയിൽ ഫെമിനിൻ ജെൻഡർ കിട്ടുമെന്നാ പറയുന്നത്. ഓക്കെ, ലയൺ ലയണസ് എന്ന് പറയുന്നത് ഫീമെയിൽ ജെൻഡർ ആണ്. ശരിയാണോ? പ്രിൻസ് എക്സാമ്പിൾ, ഏറ്റവും നല്ല എക്സാമ്പിൾ പ്രിൻസ് മെയിൽ ജെൻഡർ ആണ്. സോ നമുക്ക് ഈ ഡബിൾ S ആഡ് ചെയ്താല് അതിന് ഫീമെയിൽ ജെൻഡർ കിട്ടും അല്ലെ? പ്രിൻസസ്. ക്ലിയർ? ക്ലിയർ. അപ്പൊ കാണുന്ന വേർഡ്സ് എല്ലാം അങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കൂ. ആക്ടർ ആക്ട്രസ്, ഹണ്ടർ ഹൺട്രസ്, ടൈഗർ ടൈഗ്രസ്, ഇതൊക്കെ എന്താണ്? ഫീമെയിൽ ജെൻഡർ ആക്കുന്ന വേർഡ്സ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ് മാം. യെസ് മാം. ഇതിപ്പോ നോക്കിയേ, ഇപ്പോ ഹീറോ, അവിടെ നമുക്ക് ഈ ഡബിൾ S ആഡ് ചെയ്താല് മെയിൽ ജെൻഡർ കിട്ടില്ല, ഫീമെയിൽ ജെൻഡർ കിട്ടില്ല അല്ലെ? ഹീറോ എന്ന് പറയുമ്പോ ഹീറോയിൻ ആണ് അവിടെ ഫീമെയിൽ ആയിട്ട് വരുന്നത്, ആണോ? അപ്പൊ അങ്ങനെ കുറച്ച് വേർഡ്സ് ആണ് ഇത്. ഓക്കെ, സുൽത്താൻ സുൽത്താന, ലാഡ് ലാസ്, മിസ്റ്റർ മിസ്സിസ്. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അതേപോലെ തന്നെ മെയിൽ ജെൻഡറും ഫീമെയിൽ ജെൻഡറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ, കാണുന്നെല്ലാം അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയില്ല? അപ്പോ നിങ്ങൾക്ക് പിന്നെ വായിച്ചാൽ മനസ്സിലാവുന്നതാണ്. ഞാൻ ആ വേർഡ് എടുത്തിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ? ഇനി വായിക്കില്ല എല്ലാവരും? യെസ്, ഓക്കെ. വായിക്കാം. ഇത് നമ്മുടെ പോർഷനിലുള്ളതാണോ മിസ്സേ? ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതല്ലേ? കയ്യിലുണ്ടല്ലോ നോട്ട്, ക്ലാസ് റൂമിലില്ലേ? ഇല്ല, അപ്പൊ നോക്കിയാൽ മതി. എന്തായാലും പഠിക്കണം കേട്ടോ. നിങ്ങൾ എന്തായാലും പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോ ഈ ക്ലാസ്സിൽ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. നിങ്ങൾ എന്തായാലും പഠിക്കണം. ഓക്കെ മാം, ഇത് ഈ നോട്ട്സ് എല്ലാം നമ്മൾ ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അതിൽ തന്നെ നോട്ട് ചെയ്താൽ മതിയാവില്ലേ? സെപ്പറേറ്റ് വേണമെന്നുണ്ടോ ഇംഗ്ലീഷിന്? സെപ്പറേറ്റ് എടുത്ത് വെച്ചോളൂ. കാരണം എക്സ്ട്രാ നോട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാലോ. ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് നോട്ട് വേണമല്ലോ കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് എന്നാലും ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ? ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഞാൻ എടുക്കുന്നത്? യെസ് മാം. യെസ് മാം. ഓക്കെ മാം, മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു.